ഒട്ടുമിക്ക ന്യൂ മമ്മാസിനും ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നല്ല റഫ് ആൻഡ് ടഫ് ആയിരിക്കും അല്ലേ. എൻ്റെ പോസ്റ്റ് പാർട്ടം ഡേയ്സും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഫീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടും ബേബിക്ക് ഉറക്കില്ലാത്തതും ബേബിയുടെ കരച്ചിലും ഒക്കെ മെൻ്റലി ഡൗൺ ആക്കിയിരുന്നു. ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് മാത്രമല്ലല്ലേ, പുതിയൊരു അച്ഛനും അമ്മയും കൂടെ പിറവി എടുക്കല്ലേ. പുറത്തൊന്നും പോവാതെ വീട്ടിൽ മാത്രം ഇരുന്നിട്ട് മെൻ്റലി ആകെ ഡൗൺ ആയി കിടക്കുകയായിരുന്നു. അങ്ങനെ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഫിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻജോയ് ചെയ്ത് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് യാർ ബേബി എക്സൈറ്റഡ് ആയിട്ടൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നു. ഓൾക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മത്സ്യകന്യകൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അതും യാർ ബേബി അന്തം വിട്ട് നോക്കണുണ്ടായിരുന്നു. ഉണ്ട കണ്ണ് കാട്ടിയിട്ട് മത്സ്യകന്യകനെ തന്നെ നോക്കി നിൽക്കണുണ്ടായിരുന്നു. മാഷാ അല്ലാ, സത്യം പറഞ്ഞാൽ ഇവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. ജീവിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയാടണ ഓരോ വേഷങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്തത്. ഷോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മിനിറ്റിലും അത് മുകൾക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടം വന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം നെഗറ്റീവും കേട്ടിട്ടാണ് റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഡെലിവറി കഴിഞ്ഞ് ഒരുപാടൊന്നും ആവാത്തതുകൊണ്ട് ഉമ്മച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കയറിയപ്പോൾ മൈൻഡൊന്ന് ഓക്കെ ആക്കാമല്ലോ, കൂളാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനും അതിൽ കയറിയത്. മുമ്പൊക്കെ ഇങ്ങനത്തെ റൈഡിൽ കയറുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടാവാറുണ്ട്. നല്ല കൂക്കി അറുത്തിട്ടൊക്കെ തന്നെ ഇറങ്ങി പോരാറ്. പക്ഷേ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി ഏതാനും ദിവസങ്ങളായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കിത് വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു. എന്നെക്കാൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ധൈര്യത്തിന് വേണ്ടി എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടുള്ളവർ പഠിച്ചവനെ കാത്തോളി എന്നൊക്കെ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരുതല്ല, എൻ്റെ ഭർത്താവിൻ്റെ ആണ്. എൻ്റെ കാക്കു പിന്നെ കണ്ണടച്ചിരിക്കണോണ്ട് ഒന്നും കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഉമ്മച്ചിയും താത്തയും കുട്ടികളും പിന്നെ വേറൊരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ടാറ്റൊക്കെ തന്നിട്ടാണ് പോയത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ താത്ത നല്ല കരച്ചിലായിരുന്നു. എന്തിനാണോ. പിന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലിരുന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാണക്കാട് എത്തിയപ്പോൾ വണ്ടി സൈഡാക്കിയിട്ട് നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് അടി കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളവിടെ പാലത്തുമ്മലൊക്കെ പോയി പുഴയിലൊക്കെ ഒന്ന് നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.